ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, വലിയ ലോങ് വീഡിയോ ഒന്നല്ല. അപ്പോൾ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം. വീഡിയോ എല്ലാം എല്ലാവരും കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റു. പിന്നെ നമ്മളെ സ്ഥിരം അടുക്കളയിൽ ചുക്കൊള്ളം വെച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുറ്റടിച്ചു വാരി കുളിച്ചു, അലക്കാനുണ്ടായിരുന്നു. വെയിലിന് മുമ്പേ പുറത്തുള്ള എല്ലാ പണികളും കഴിഞ്ഞു അകത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങളൊരു 9-9:30 ആയിട്ടോ ഭക്ഷണം കഴിക്കാൻ. മൊരണ്ടം പോകുന്നതിന് കുറച്ച് മുമ്പാണ് ഭക്ഷണം കഴിച്ചത്. പുട്ടും കടലയായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും ഉച്ചത്തെ കുറച്ച് വിശേഷങ്ങൾ, അപ്പോൾ നമുക്കത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഞാൻ നേരത്തെ രാവിലെ തന്നെ എടുത്തിട്ടുണ്ട്, പിന്നെ തിളപ്പിച്ചിട്ട് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടിയോണ്ട് ഇപ്പം രണ്ടാമത് ഗ്യാസ് തന്നെയാണ് വെക്കുന്നത്. കാരണം ഇപ്പം ഞാൻ വിറക് വരയിൽ കൊണ്ടുവച്ച വിറക് മുഴുവൻ പച്ച വിറകാണ്, ഉണങ്ങിയ വിറകുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം അടുപ്പ് കത്തിക്കാൻ ഇപ്പം പറ്റില്ല. അപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഗ്യാസ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് ചുക്കോളം മാത്രം ഞാൻ ഉള്ള വിറകും ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ട് പുറത്ത് വെക്കും. കാരണം ഒരുപാട് വെള്ളം വേണ്ടതുകൊണ്ട്. ബാക്കിയെല്ലാം ഞാൻ കുക്കറും ഇതുമായിട്ട് ഗ്യാസ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചോറ് ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇരുപുഴുക്കരി എന്ന് പറഞ്ഞിട്ടുള്ള അരിയാണ്. അപ്പോൾ അതിന് നല്ല വേവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, രാവിലെ എഴുന്നേറ്റപാട് അത് കുറച്ചു നേരം വെള്ളത്തിൽ പുതിർത്ത് വെച്ചു. അതിനുശേഷം അടുപ്പത്ത് നല്ലോണം തിളപ്പിച്ച് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് ഇനി പാത്രം തേക്കണം. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് മോനേട്ടൻ പോയി കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നു, അമ്മേനെ വിളിച്ചു, കുറേ നേരം സംസാരിച്ചു. പിന്നെ അങ്ങനെയൊക്കെ കൂടെ ഇപ്പം അടുക്കളയിലേക്ക് വന്നു. തിരക്കൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഇന്നൊരു മഴക്കാറാണ് കേട്ടോ. പുറത്തുനിന്നുള്ള പണികളൊന്നുമില്ല, ഇനി അകത്തെ പണികളേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഒരു സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു പുളിങ്കറി പോലെ ഒരു കറിയും ഒരു സാമ്പാറൊക്കെയാണ് വെക്കുന്നത്. ഇപ്പം വെറും വർത്തമാനമായി പോയില്ല. എനിക്കിനി പാത്രം കഴുകാണ്ട്. ഞാൻ പാത്രം കഴുകിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, കൂട്ടാനും ഉപ്പേരിയും. ചോറ് അവിടെ ആയിട്ടുണ്ട്. അപ്പം അത്രയൊന്നും പണിയുള്ളൂ. അപ്പം അതുകൊണ്ട് ചെറിയൊരു വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ വലിയ വർത്തമാനം പറഞ്ഞത് കേട്ടോ എല്ലാവരോടും. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അത്രയൊക്കെ തന്നെ. അത് ഇതായിട്ട് പറയല്ലോ കേട്ടോ, നിർബന്ധമായിട്ട് അങ്ങനെയല്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയോടെയാണ് കേട്ടോ പറയുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, തുടങ്ങാല്ലേ. ഞാൻ ഫസ്റ്റ് പാത്രം തേച്ച് തുടങ്ങട്ടെ. അടിച്ചു വരല് കഴിഞ്ഞതാണ്, തുടയ്ക്കാനുണ്ട്. അത് കുഴപ്പമില്ല, ഇന്നലെ തുടച്ചിട്ടുണ്ട്. അത് മൂടുണ്ടെങ്കിൽ തുടയ്ക്കും, അത്ര തന്നെ. മീനിക്കുട്ടനുണ്ട്, കഥ വായിക്കുന്നു. അപ്പോൾ അവനവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ചു നേരം ഇന്നലത്തെ ക്രിക്കറ്റിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട്. ഇപ്പം അവിടെ ഇരുന്നിട്ട് പിന്നെ അവൻ വായിക്കുന്നുണ്ട്. ഞാൻ അവനൊരു പുസ്തകം കൊടുത്തിട്ടുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട്. ഞാൻ എന്നാൽ തുടങ്ങട്ടെ അല്ലേ? ഓക്കേ. ഇന്ന് കായയില്ലേ, നമ്മളെ കദളിക്കായ വീട്ടിൽ തന്നെ ഉള്ളതാട്ടോ, നാടൻ കായ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഉപ്പേരി എന്ന് പറഞ്ഞാൽ മെഴുക്ക് വരട്ടി. എല്ലാ കൊലയും ഒടിഞ്ഞു വീഴാണ് ഈ ചൂടോണ്ടേ. അപ്പൊ ഇങ്ങനെ മൂക്കാത്ത കുറെ കായ ഉണ്ട്, കഴിക്കാൻ പഴുക്കണ്ടേ. അപ്പൊ കുറച്ചൊക്കെ കളയണ്ടെന്ന് വിചാരിച്ച് അതെടുത്തിട്ടാണ് ഇന്ന് ഒരു ഉപ്പേരി എന്ന് പറയുമ്പോൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. കായ അടുപ്പിൽ വെച്ച് വേവാൻ കുറച്ച് പണി. അപ്പൊ ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തിയിട്ട് എടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ ചെയ്യാം. അപ്പൊ ഞാനിത് അടുപ്പത്തേക്ക് വെക്കട്ടെ. ഈ ചൂടിന് ശരിക്കും പറയുകയാണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം കേട്ടോ. അടുക്കളയിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിയർത്ത് കുളിക്കും. ഇന്ന് കുറച്ച് ചൂട് കുറവാണ്. അപ്പൊ ഇന്നലെയൊക്കെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് വിയർത്ത് ഒഴുകുമായിരുന്നു മേൽക്കൂടിയൊക്കെ. പക്ഷെ നമ്മൾ പറയും ദേഷ്യം പിടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കരുത്. ശരിക്കും ദേഷ്യം പിടിക്കും അടുക്കളയിൽ ഒരുപാട് നേരം നിൽക്കുമ്പോഴേ. പക്ഷെ എന്താണെന്ന് വെച്ചാല് നമ്മൾ ദേഷ്യം പിടിക്കാൻ പാടില്ല. നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാല് നമ്മുടെ മനസ്സ് പോലെയല്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നവന് ഭയങ്കര പ്രശ്നമായിരിക്കും. അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങളെ? ഞങ്ങൾ അവിടെയൊക്കെ പറയും. കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നല്ല മനസ്സോടുകൂടെ നല്ല പ്രസന്റായിട്ട് സന്തോഷത്തോടെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ അത് കഴിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ?
അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഈശ്വര ചൂടെടുക്കുന്നുണ്ട്, എനിക്ക് ദേഷ്യം ഒന്നും വരരുതേ, ദേഷ്യം വന്നു കഴിഞ്ഞാല് കഴിക്കുന്ന ആൾക്കാർക്കല്ലേ ബുദ്ധിമുട്ട്. അങ്ങനെ പറയുന്നത് കേട്ടതാണ്, നിങ്ങളൊക്കെ പറയാറുണ്ടോ അങ്ങനെ? അപ്പൊ എന്തായാലും ഉപ്പേരി ഉണ്ടാക്കട്ടെ. ഇത് പിന്നെ ഞാനൊരു കടല ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ പുട്ടിനുണ്ടാക്കിയ കടല കുറച്ച് അധികമായിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ കുറച്ച് കടല ഫ്രൈ ഉണ്ടാക്കാം. ഈ പറയുന്ന പോലെ ഈ കായ കൊണ്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. കായൊക്കെ കളയാൻ പറ്റുമോ? നല്ല നാടൻ കായാണ്, വിഷമൊന്നും ഇല്ലാത്തതല്ലേ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതല്ലേ. പക്ഷെ ചൂടോണ്ടാ തോന്നുന്നു എത്ര കൊല ഒടിഞ്ഞു എന്നറിയാം. ഒരു മൈസൂരിന്റെ വലിയൊരു കൊല ഒടിഞ്ഞു, മൈസൂർ വാഴ. പിന്നെ ഞങ്ങളിത് ഇവിടെ വടക്കം കദളി പറയും, അത് എല്ലാ കൊലയും ഒടിഞ്ഞൊടിഞ്ഞു വീഴുക. അത് ഭയങ്കര സങ്കടം തന്നെയാ. അപ്പൊ കടകളിലാണെങ്കിൽ ഇപ്പൊ ഒന്നും എടുക്കുന്നില്ല, കടകളിൽ ഇപ്പൊ അവിടെ പഴമൊന്നും എടുക്കുന്നില്ല. കൊല കൊണ്ടുപോയാൽ അവര് പറയും വേഗം ഈ ചൂടോണ്ട് വേഗം പോവും, അതുകൊണ്ട് എടുക്കാറില്ല. അപ്പൊ ഇതിൽ ഞാൻ ഉപ്പും മഞ്ഞൾ ഇട്ടിട്ടില്ല. മഞ്ഞൾ വെള്ളത്തിൽ കുറച്ചു നേരം കറ പോകാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ട് ഞാൻ ഇത് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ അവിടുന്ന് 1-2 വിസിലാകുമ്പോഴേക്കും അതാവുമല്ലോ. പിന്നെ നമുക്ക് അതൊന്ന് മെഴുക്ക് വരട്ടിയെടുക്കാം. ഇനി കുറച്ച് തേങ്ങ ചേർക്കണം കറിക്ക് വേണ്ടിയിട്ട്. ഇനി ഒരു കടല ഫ്രൈ ഉണ്ടാക്കട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങേൻ്റെ എന്താ പറയാ, നമ്മുടെ തേങ്ങ ഇതൊക്കെ ഇല്ലേ, ചെറുതായിട്ട് തേങ്ങാക്കൊത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ കടല പുതിർത്തത് ഉണ്ടാക്കുമ്പോഴേ മനസ്സിലായി കുറച്ച് അധികം ഉണ്ടെന്ന്. അപ്പൊ വിനിക്കുട്ടൻ ഈ കായന്റെ മെഴുക്ക് വരട്ടി കൂട്ടില്ല. അപ്പൊ അവന് വേണ്ടിയിട്ട് എന്താ, ഏതായാലും ഇതുണ്ടല്ലോ, കടല ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് ഫ്രൈ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതാണ് ഉണ്ടാക്കുന്നത്. അതും കൂടി ആക്കി വെച്ചാൽ കാര്യം കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് കടുക് പൊട്ടിക്കാം. അവിടുന്ന് പൊട്ടട്ടെ, കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഈ തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഉള്ളൂ, കടലയും കുറച്ചേ ഉള്ളൂ. അപ്പം ഇതുകൊണ്ട് നീക്കൂട്ടനെ ഇഷ്ടമാണ് അങ്ങനെ കടലാണ്ട്, കടലോണ്ട് എന്തുണ്ടാക്കിയാലും അതിന് ഇഷ്ടം കേട്ടോ. അപ്പം അവന് ഇത് കൂട്ടില്ലല്ലോ, ഈ ഉപ്പേരി കൂട്ടില്ലല്ലോ, അപ്പം അതിന് പകരം കടല. 2 വിസിലായിട്ടോ. അപ്പോൾ കായൻ്റെ അത് ഞാൻ ഓഫാക്കി വെക്കട്ടെ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് പുരട്ടിയെടുത്താൽ മതി. എന്നിട്ട് വേണം അതിലേക്ക് സാമ്പാറോ മീൻകറിയോ എന്തെങ്കിലും ഒന്ന്. കടുക് പൊട്ടിയിട്ടോ, ഞാനിത് ഇതിലേക്ക് ഇടട്ടെ. ഒന്ന് ചുവങ്ങനെ വറക്കട്ടെ. ചുവങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാണിക്കാം കേട്ടോ. ഇത് നല്ലോണം ചുവന്നു കിട്ടോ. നമ്മുടെ കടല എന്താ പറയാ, കടല എന്നാ പറയുന്നതൊക്കെ തെറ്റിപ്പോവാ, സാരല്ല. നമ്മുടെ എന്തായിരുന്നു പറയാ, തേങ്ങാക്കൊത്ത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഒക്കെ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. മുളക് പൊടി തീർന്നു, ഇത് കണ്ട, ഇനി ഇത്രേ ബാക്കിയുള്ളൂ. എന്തായാലും കാരണം ഇന്നലെ ഞാനേ പിന്നെ കടുമാങ്ങ ഇട്ടപ്പം ഞാൻ പറയാൻ മറന്നു മോനോട്ടോട് മുളക് പൊടി കൊണ്ടുവരണേ എന്നുള്ളത്. അപ്പൊ ഇതിലുണ്ടായിരുന്നു. അപ്പൊ ആ കടുമാങ്ങയ്ക്ക് ഇട്ടു. അപ്പൊ അതോട് മുളക് പൊടി തീർന്നു. ഇനിയിപ്പോ ഇന്ന് മോനോട്ടോട് കൊണ്ടുവരും. കുറച്ച് 1 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, അതൊക്കെ കൂടെ ഒന്ന് നല്ലോണം വഴറ്റാതൊന്നുമില്ല, നല്ല ചൂടായിട്ടുണ്ട് നമ്മളെ ഇതൊക്കെ. ഇതിലേക്ക് നമ്മുടെ കടലയും ഇങ്ങോട്ടിടാം. കടല ഫ്രൈ റെഡി. ഇത്ര പണിയില്ല. പേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ പറയും കേട്ടോ, പക്ഷെ ഒക്കെ തട്ടിക്കൂട്ട പരിപാടിയാണ് വരുന്നത്. ഇതുപോലെ അപ്പൊ നമ്മുടെ ഉപ്പേരി ഇത് വെന്തുട്ടോ. 2 വിസിലായപ്പോഴേക്ക് പാകത്തിന് വെന്തുണ്ട്. അപ്പൊ അതൊന്ന് മെഴുക്ക് വെട്ടിയാക്കി എടുക്കട്ടെ. അപ്പൊ ഞാൻ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, കഴുകിയതുകൊണ്ട്.
നമുക്ക് കായ ഇതിലേക്ക് ഇടാം കേട്ടോ. നല്ലോണം വെന്തു കേട്ടോ. 2 വിസിലൊക്കെ ആകുമ്പോഴേക്കും നല്ല പാകത്തിന് നല്ല പാകമായിട്ട് വെക്കും. നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കാറ്? ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഈ ഒരു രീതിയിലൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളിങ്ങനെ എങ്ങനെയൊന്നും ആയിരിക്കില്ല അല്ലെ ഉണ്ടാക്കല്. എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കല്? വ്യത്യസ്തത ഉണ്ടാവും അല്ലെ. ഓരോ നാട്ടിലേക്ക് നമ്മൾ ഓരോ തരത്തിലായിരിക്കുമല്ലോ അല്ലെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഞങ്ങളിങ്ങനെ മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മെഴുക്ക് വരട്ടിയാക്കി. അധികം ചില ഉപ്പേരിയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉള്ളിയും അതും ഇതൊക്കെ ഇടുള്ളൂ. അധികം ഞങ്ങള് ഉള്ളി കാര്യങ്ങളൊന്നും അങ്ങനെ ഉപ്പേരിയൊക്കെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പൊ നമ്മള് ആദ്യമൊന്നും തീരെ എനിക്ക് തോന്നില്ല അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നു. ഇപ്പൊക്കെയാണ് പിന്നെ ഉള്ളി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ സാധാരണ വറവിടും, കുറച്ച് തേങ്ങ ഇടും. അതാണ് ഞങ്ങളുടെ ഉപ്പേരി. തോരൻ ഉപ്പേരി എന്നാണ് ഞങ്ങൾ പറയാ. ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി തന്നെയാ പറയാ കേട്ടോ. അപ്പൊ ഇതിപ്പോ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പൊ അങ്ങനെ മെഴുക്ക് വരട്ടിയായി. നല്ല വ്യത്യാസമുണ്ട്. പണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണ രീതി ഇപ്പൊ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് എൻ്റെ വീട്ടിലൊന്നും എനിക്ക് തോന്നില്ല ഞങ്ങള് വെളുത്തുള്ളി ഒന്നും ഉപയോഗിക്കുകയുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയ്ക്കൊന്നും വെളുത്തുള്ളി ഒന്നും അന്നത്തെ കാലത്ത് ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അമ്മ വെളുത്തുള്ളിയൊക്കെ കൂട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരത്തിന് അത് അത്രയും ഗുണമാണെന്ന് കാണുമ്പോൾ നമ്മളത് കൂട്ടുമല്ലോ. പണ്ടൊന്നും എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊന്നും വീട്ടിൽ വെളുത്തുള്ളിയൊന്നും അങ്ങനെ കൂട്ടില്ല. എൻ്റെ അച്ചമ്മയാണെങ്കിൽ തീരെ ഉള്ളി എന്ന് പറഞ്ഞ സാധനമേ കൂട്ടില്ല. അന്നൊക്കെ ഞങ്ങൾക്ക് ഉള്ളിച്ചമ്മന്തിയൊക്കെ കൂട്ടാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഉള്ളിച്ചമ്മന്തിയൊക്കെ. അപ്പൊ അന്നൊന്നും അച്ചമ്മയ്ക്ക് ഉള്ളി ചമ്മന്തി ഒന്നും ഇഷ്ടമല്ല. ഉള്ളി അങ്ങനെ ഉപയോഗിക്കൊന്നുമില്ല. അപ്പൊ അതാണ് അന്നത്തെ ഭക്ഷണ രീതിയിൽ നിന്ന് കുറെ വ്യത്യാസം വന്നിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കുമ്പോ. അന്നൊക്കെ ശരിക്കും തനി നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ്. ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് പുരോഗമിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെഴുക്ക് വരട്ടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കൂട്ടാൻ വെക്കട്ടെ. ഇനി കൂട്ടാനുള്ള കഷ്ണങ്ങളാണ് കേട്ടോ അടുപ്പത്തേക്ക് ഇടുന്നത്. ഇപ്പൊ പരിപ്പാണ് ഞാൻ ഇട്ടു. പരിപ്പിട്ടു കേട്ടോ. പരിപ്പിട്ടത് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഇതില് ഒരു കുമ്പളങ്ങയും ക്യാരറ്റ്, തക്കാളി, ഉള്ളി ഒക്കെ കൂടെ ഇട്ടിട്ട് സാമ്പാറൊന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ സാമ്പാർ പൊടിയും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഒരു കൂട്ടാൻ അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ കഷ്ണങ്ങളും പരിപ്പ് ഞാൻ കുറെ രാവിലെ തന്നെ പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പൊതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ലോണം പൊതിർന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ എന്തായി വരട്ടെ, ഒന്ന് വെന്ത് വരട്ടെ. അതിലേക്ക് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. സാമ്പാറല്ല കേട്ടോ. സാമ്പാറെന്ന് ഞാൻ പറയുന്നുണ്ട്. ഒരു പുളിങ്കറി എന്ന് പറയാൻ പറ്റുമോ? പുളിങ്കറി അല്ല. എന്നാ സാമ്പാർ വേണമെന്ന് ചോദിച്ചാൽ സാമ്പാറും അല്ല. എന്നാ എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു കൂട്ടാൻ പേരൊന്നുമില്ല. സാമ്പാറാണെങ്കിൽ സാമ്പാർ, പുളിങ്കറി ആണെങ്കിൽ പുളിങ്കറി. അങ്ങനെയാണ് പറ്റുന്നത്. എന്നിങ്ങനെ വെച്ച് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ നോക്കാലോ അല്ലെ. എപ്പോഴും ഒരേപോലെ വറുത്തരച്ച് സാമ്പാർ വെക്കുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അന്ന് അതിൽ നിന്ന് മാറിയിട്ട് ചിന്തിച്ചു നോക്കട്ടെ. വേഗം ഭക്ഷണമായി കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം ഇപ്പൊ 11:30, 10:30 ഞാൻ തുടങ്ങിയത്. അതിനിടയിൽ കുറെ നേരം മീൻകുട്ടൻ്റെ അടുത്ത് പോയി ഇരുന്നു കേട്ടോ. ഞാന് നിങ്ങൾ ഇപ്പൊ ഇതൊക്കെ കണ്ടില്ലേ, ഉപ്പേരിയൊക്കെ ആക്കി വെച്ചിട്ട് അവന് കുറെ നേരം മീൻകുട്ട വായിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് പോയി കുറെ കിക്കിളിയൊക്കെ ആക്കി അവിടെ ഇരുന്നു. പിന്നെ അങ്ങോട്ട് വന്നു. പതുക്കെ ചെയ്താൽ മതിയില്ലേ. ഭയങ്കര ഈ വീലോണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ പതുക്കെ അങ്ങനെ ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിവിടെ കിടന്നാവട്ടെ. ഈ തേങ്ങ അരച്ചെടുക്കണം. ഓക്കെ, അരി വെന്തുട്ടോ. അരി വാർത്ത് വെച്ചു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതിൽ വേവുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ വെന്താൽ മാത്രം പോരല്ലോ, ഇതിൻ്റെ ആവിയെല്ലാം പോകണേ. അപ്പോൾ അതുവരെ ഞാൻ അടിച്ചു വരിയിരുന്നു, തുടച്ചു, അരി വാർത്തു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കൂട്ടാൻ കുറച്ച് പുളി ഒഴിക്കാം. ഇത് വെന്തു കേട്ടോ. കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തുണ്ട്. കഷ്ണമൊക്കെ നല്ലോണം വെന്തു. ഇതിലേക്ക് കുറച്ച് പുളി ഒഴിക്കാം. ഇനി ഞാൻ ഒരുപാട് വർത്തമാനം പറയുന്നുണ്ട് അല്ലേ. കുറേ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നല്ലോ. കാരണം എന്താ പറയുക, ഇത് ചെയ്യുന്നവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടല്ലേ. മിണ്ടാതെ ഇരുന്നിട്ട് എന്താ കാര്യം. പൊതുവേ ഞാൻ അത്ര മിണ്ടുന്നില്ല. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങിയത്. തീരെ സംസാരിച്ചില്ലെങ്കിലും ആൾക്കാർക്ക് ബോറടിക്കും. അധികം സംസാരിച്ചാലും ബോറടിക്കും അല്ലേ. അപ്പം ഞാൻ കുറച്ച് സംസാരിക്കാം. പുളി ഒഴിച്ചിട്ടോ. പുളി ഒഴിച്ചു. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടതാണല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കത്തിക്കട്ടെ.
ഇനി ഒരു പപ്പടവും കൂടെ കാച്ചിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഉച്ചഭക്ഷണമൊക്കെ റെഡിയാവും. പുളി ഒഴിച്ചു, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, അധികം ഇടുന്നില്ല, കുറച്ച് കായപ്പൊടി. കായപ്പൊടിയും തീർന്നു. നല്ല കടുമാങ്ങ ഇട്ടപ്പം അതിലേക്ക് കായപ്പൊടി ഇട്ടു. കടുമാങ്ങ ശരിക്കും അങ്ങോട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മാങ്ങയൊക്കെ ചുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്നലെ അമ്മ പറഞ്ഞു നല്ല ദിവസം അങ്ങനെ കടുമാങ്ങ ഇടുന്നതിന് ദിവസമൊക്കെ നോക്കും. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇന്നലെയാണ് കടുമാങ്ങ ഇട്ടത് കേട്ടോ. കുറച്ച് സാമ്പാർ പൊടി ഇടുന്നുണ്ട്, കുറച്ച് സാമ്പാർ പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഒരു കൂട്ടാൻ എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ കൂട്ടി നോക്കിയിട്ട് പറയാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കണ്ടാവും ഈശ്വര ഇവിടെ ഭർത്താവും കുട്ടിയൊക്കെ എങ്ങനെയാണാവോ ഇത് കഴിക്കുന്നത് എന്നല്ലേ. നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടാവോ നോക്കാം. ഞാൻ ഇങ്ങനെയൊന്നും വെക്കാറില്ല, ഞാനിന്നിങ്ങനെ വെച്ച് നോക്കട്ടെ. അപ്പൊ ഇത് ഇവിടുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യട്ടെ അറിയോ, പപ്പടം കാച്ചി വെക്കട്ടെ കേട്ടോ. പപ്പടവും കാച്ചി വെക്കട്ടെ, എന്നാ പിന്നെ ആ ഒരു ജോലിയും കൂടെ കഴിയുമല്ലോ. കഴിഞ്ഞു വന്നാൽ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ, അത്രേ ഉള്ളൂ. പാത്രമൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകുന്നുണ്ട്. എപ്പോഴെപ്പോഴും നിങ്ങളെ കാണിക്കാത്തതുകൊണ്ടാണ്. എല്ലാം കഴിഞ്ഞു, ഇത്രയും സമയമുള്ളൂ, എല്ലാം കഴിഞ്ഞു. ഇപ്പം ഈ ഒരു ചെറിയൊരു ജോലിയും കൂടെയുള്ളൂ. പിന്നെ ഇവിടേക്ക് ഒന്ന് ഒതുക്കുക, എല്ലാ പാത്രമൊക്കെ കഴുകിയതാണ്. ഞാൻ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ ഫിനിഷ്. ഇനി നമുക്ക് പോയിട്ട് പറഞ്ഞ TV കാണാം, പിന്നെ മൊബൈൽ കാണാം, വായിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈ ചൂടിന് ഇതേ പറ്റുള്ളൂ. നമ്മളിങ്ങനെ അധികം കളിച്ചു കഴിഞ്ഞാൽ ആവില്ല, ഭയങ്കര ക്ഷീണം വരും. അപ്പോൾ നമ്മൾ വേഗം പണികളൊക്കെ തീർക്കുക. പൊതുവേ ഈ ചൂടിന് ഭയങ്കര നമ്മൾ ഈ അകത്തിരിക്കുന്ന നമ്മളെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ പുറത്തിരിക്കുന്നവരുടെ സ്ഥിതി എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. നമുക്കൊന്നും ഇല്ല, അകത്തിരുന്നിട്ട് തന്നെ അയ്യോ വയ്യ ക്ഷീണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുറത്ത് ജോലി ചെയ്യുന്ന ഒരവസ്ഥ എന്താല്ലേ. ഇപ്പോൾ നമുക്കിവിടെ ഇതൊക്കെ വരുന്നില്ലേ, ഹരിതകർമ്മസേനയുടെ ചേച്ചിമാരൊക്കെ സങ്കടം തോന്നും. അവരൊക്കെ ഈ വെയിലത്തല്ലേ നടക്കുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ. നമ്മളൊക്കെ സുഖമാണ്, എന്നിട്ട് തന്നെ നമുക്ക് ചൂട് ദേഷ്യം ഒക്കെ വരുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ അല്ലേ. എന്തായാലും നല്ല ചൂടാണ്, എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് അറിയില്ല എങ്ങനെ ഒരു ചൂട് അല്ലേ. ഈ പപ്പടം കാച്ചാണ് കേട്ടോ. ഇതാണ് വിരിക്കുട്ടൻ പറയുന്നത്, ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിന് ഉള്ളിപ്പപ്പടം എന്നാണ് വിരിക്കുട്ടൻ പറയുക. വിരിക്കുട്ടന് നല്ല ഇഷ്ടമാണ്. ഇത് തോന്നുന്നു ഇത് അരിയാണെന്ന് തോന്നുന്നു, എന്താ സംഗതി അറിയില്ല. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുകൊണ്ടൊരു പപ്പടവും, ഇത് പപ്പടം കാച്ചാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പപ്പടം കാച്ചിട്ട് അത് ഞാൻ എടുക്കണില്ല കേട്ടോ വീഡിയോയിൽ. പപ്പടം കാച്ചുന്നുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് ഉള്ളിപ്പപ്പടം വിരിക്കുട്ടൻ്റെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വാങ്ങാറുണ്ടോ, നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ വീട്ടിൽ? എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ്. തേങ്ങ അരച്ച് കലക്കട്ടെ കേട്ടോ. പുളിയൊക്കെ നല്ലോണം വെന്തു. തേങ്ങ അരച്ച് വെച്ചു, ഇനി അത് കലക്കട്ടെ എന്നാട്ടോ പറഞ്ഞാൽ. തേങ്ങ അരച്ച് കലക്കട്ടെ എന്നായി പോയി. പപ്പടം കാച്ചി കഴിഞ്ഞു കേട്ടോ. അതിനിടയിൽ ഉപ്പൊക്കെ പാകമാണ്. ഉപ്പൊക്കെ ഞാൻ നോക്കി, നല്ല എരിവൊക്കെ ഉണ്ട്. സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സാമ്പാർ പൊടിയൊക്കെ ഇട്ടതല്ലേ. ചൂടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പുളിങ്കറി അല്ലേ, ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ട്. ഇനിയൊരു കരുവേപ്പിലിടാം. ഇനി ഇതിനൊരു വറവും കൂടെ ഇട്ടാൽ കൂട്ടാൻ. ഇതുപോലെ ചോറുണ്ട്, ചോറ് വാർത്ത് വെച്ചിട്ടാണ്, അരി വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അരി വാർത്തത് ഞാൻ എന്ത് ചെയ്യട്ടെ, എടുത്ത് വെക്കട്ടെ കേട്ടോ. അരി വാർത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് തന്നെ എടുത്ത് വെക്കട്ടെ, എന്നാൽ ചൂടുണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ കടല ഫ്രൈ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. പിന്നെ നമ്മളെ മെഴുക്ക് വരട്ടി ഇവിടെ ഉണ്ട്. നല്ല ചൂടുണ്ട് ചീരച്ചട്ടിക്ക്. പപ്പടം കാച്ചിയതേ, അത് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നില്ല, അത് തൽക്കാലം അടച്ചു വെക്കട്ടെ. പപ്പടം കാച്ചി വെളിച്ചെണ്ണ പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം ചൂടാക്കിയത് പിന്നെയും ചൂടാക്കരുതെന്നല്ലേ, അതുകൊണ്ട് പിന്നെ എടുക്കില്ല. അതുകൊണ്ട് തൽക്കാലം അടച്ചു വെച്ചിട്ട് ചൂടാറിയിട്ട് അത് കഴുകാം. ഇനി കൂട്ടാനൊരു അറവും കൂടെ ഇട്ടാൽ കൂട്ടാനുമായിട്ടോ. അപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
കണ്ടല്ലോ, കൂട്ടാനായി, ഉപ്പേരി, 2 ഉപ്പേരിയുണ്ട്, ചോറായി, പപ്പടം കാച്ചി, എല്ലാ പണിയും കഴിഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇനി ഇവിടെ കുറച്ച് സ്ഥലം ഇതൊക്കെ ഒന്ന് ഒതുക്കി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബും ഷെയറും ഒക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു, ടാറ്റാ.